കേരളത്തിലെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ഗോധയിൽ എന്നും മാറ്റു കൂടുതലുള്ള താരം തന്നെയാണ് കെ മുരളീധരൻ. കോൺഗ്രസിനെന്നും മുന്നിൽ നിർത്താനുള്ള ഒരു വിജയ പ്രതീക്ഷ. ചില കാലങ്ങളിൽ മുന്നണിയുടെ തീരുമാനങ്ങളിൽ സംഭവിച്ച അപാകത കൊണ്ടാവാം പരാജയം ഏറ്റുവാങ്ങിയതെങ്കിലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരിക്കലും ഗ്രാഫ് താന്നിരുന്നില്ല കെ മുരളീധരൻ്റെ. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു താക്കോൽ സ്ഥാനം തന്നെ മുരളീധരന് എന്നും ഉണ്ടാകാറുമുണ്ട്. കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 2026 മത്സരിക്കാൻ ഇറങ്ങുമെന്നും വട്ടിയൂർക്കാവ് ഈസിയായി മുരളീധരനിലൂടെ പിടിച്ചടക്കാൻ കഴിയുമെന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ മുരളീധരൻ വട്ടിയൂർക്കാവ് ഉപേക്ഷിക്കാൻ സാധ്യത എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരികയാണ്. മറ്റെവിടെ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യവും ഇതിൻ്റെ കൂടെ തന്നെ ഉയരുന്നുണ്ട്. 1989 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്നും CPM നേതാവായ EK ഇമ്പിച്ച് ബാബയെ പരാജയപ്പെടുത്തി ആദ്യമായി മുരളീധരൻ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. പിന്നീട് 1991 കോഴിക്കോട് നിന്ന് തന്നെ ജനതാദൾ നേതാവ് MP വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്തി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പരാജയങ്ങളും വിജയങ്ങളും മാറി മാറി കെ മുരളീധരന് ഉണ്ടായെങ്കിലും വിലമതിക്കാനാവാത്ത നേതൃപാടവം കൊണ്ട് അനിഷേധ്യനായ നേതാവായി അദ്ദേഹം എന്നും കേരള രാഷ്ട്രീയത്തിൽ നിലനിന്നു. മന്ത്രിയും MLAയും MP-യുമായും കേരള രാഷ്ട്രീയ മണ്ഡലത്തിലും ദേശീയ പാർലമെൻ്ററി സ്ഥാനത്തു നിന്നും കെ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ ശക്തനായി നിലകൊള്ളുമ്പോഴും തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞ് വിവാദങ്ങളിൽ അദ്ദേഹം പലപ്പോഴും പെട്ടിട്ടുമുണ്ട്. നിലവിൽ BJPയെയും CPMനെയും തിരഞ്ഞെടുപ്പ് കളത്തിൽ നേരിട്ട് എതിർക്കാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുരളീധരൻ ശക്തനാണ്. ഇത് KPCCക്കും AICCക്കും അറിയാമെന്നതിനാലാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് ഗോധയിൽ കെ മുരളീധരൻ്റെ മാറ്റ് ഉയർന്നു വരുന്നത്. വട്ടിയൂർക്കാവ് കെ മുരളീധരൻ്റെ ഷുവർ സീറ്റ് എന്നിരിക്കെ അവിടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയായിരുന്നു മുരളീധരൻ. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം മുൻപ് തൻ്റെ ഉറപ്പുള്ള വട്ടിയൂർക്കാവ് സീറ്റ് വിട്ടുകൊടുത്തിരുന്നു അദ്ദേഹം. ഇപ്പോഴിതാ വീണ്ടും വട്ടിയൂർക്കാവിൽ നിന്നും മുരളീധരൻ മാറുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വടക്കൻ കേരളത്തിൽ ഒരു മണ്ഡലം എന്നതാണ് ഇപ്പോൾ ചർച്ചയിൽ വരുന്നത്. അതിൽ ഗുരുവായൂർ എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്കെതിരെ UDF പ്രതിരോധം തീർക്കുകയായിരുന്നു മുരളീധരനെ മുൻനിർത്തി. സഹോദരിയായ പത്മജ വേണുഗോപാൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് BJP കളത്തിലേക്ക് ചേക്കേറുകയും രാഷ്ട്രീയ പശ്ചാത്തലം സങ്കീർണമാവുകയും ചെയ്ത അവസരത്തിൽ തൃശ്ശൂരിൽ പാർട്ടി കെ മുരളീധരനെ പരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അനുകൂല സാഹചര്യമായപ്പോൾ പക്ഷേ കെ മുരളീധരന് തൃശ്ശൂരിൽ അത് തിരിച്ചടിയായി. മുരളീധരന് തൻ്റെ ഉറപ്പുള്ള സീറ്റുകൾ ബലി കൊടുത്ത് പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. പലപ്പോഴും അത് മനസ്സിലാക്കിയ പാർട്ടി ഇപ്പോൾ കെ മുരളീധരന് ഒരു ഉറപ്പുള്ള സീറ്റ് നീക്കിവെക്കുന്ന ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നേരത്തെ മത്സരിച്ച നേമത്ത് അന്ന് BJP സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് വഴിവെച്ചത് കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വട്ടിയൂർക്കാവിലോ നേമത്തോ നിന്നാൽ മുരളീധരൻ്റെ പരാജയം ഉറപ്പിക്കാൻ CPM BJP ബാന്ധവം ശക്തി പ്രാപിക്കുമെന്നതിനാലും മുരളീധരൻ്റെ പരാജയം സംഭവിക്കുമെന്നതിനാലും പാർട്ടിക്ക് വേണ്ടി സ്വയം ബലിയാടായ മുരളീധരനെ ഇനി ഒരു പരാജയത്തിന് പാർട്ടി വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനത്തിലാണ് പുതിയ ഒരു ഉറപ്പുള്ള മണ്ഡലം പാർട്ടി മുരളീധരനായി ഒരുക്കുന്നത്. ലീഗ് മത്സരിച്ചു കൊണ്ടിരുന്ന തൃശ്ശൂരിലെ തന്നെ മറ്റൊരു മണ്ഡലമായ ഗുരുവായൂർ തിരഞ്ഞെടുക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. തുടർച്ചയായി CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ 30% താഴെ മാത്രമാണ് BJP ഹിന്ദു വോട്ടുകൾ ഉള്ളത്. ബാക്കി അവിടെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകളാണ്. ഇവിടെ കെ മുരളീധരനെ മുന്നിൽ നിർത്തിയാൽ 30% BJP വോട്ടുകൾ ചിതറിച്ചാലും ബാക്കിയുള്ള 70% വോട്ടുകളിൽ മുരളീധരന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ. അതായത് മുസ്ലിം വോട്ടുകൾ കെ മുരളീധരനിലേക്ക് വരുമെന്ന വിലയിരുത്തൽ. പക്ഷേ അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി ഇതുവരെ എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തൃശ്ശൂരിൽ കെ മുരളീധരൻ വന്നാൽ
തൃശ്ശൂരിലെ മറ്റ് മണ്ഡലങ്ങളും ടീം UDFന് അനുകൂലമാകുമെന്നതാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. അന്തിമ തീരുമാനം ലീഗുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകളിലൂടെ ആയിരിക്കും. അതിന് എന്തെങ്കിലും വിഘാതം നേരിട്ടാൽ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ആയിരിക്കും മുരളീധരനായി നീക്കിവെക്കുക. എന്നാൽ മുരളീധരൻ്റെ മനസ്സിൽ മറ്റൊരു സർപ്രൈസ് മണ്ഡലമുണ്ട് എന്നതുകൊണ്ടാണ് മണ്ഡലം ഉറപ്പാക്കാതെ പാർട്ടി കാത്തിരിക്കുന്നത്. മുരളീധരൻ്റെ മനസ്സിലെ ആ മണ്ഡലം ഏത് എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. മുരളീധരൻ ഇതുവരെ മനസ്സ് തുറക്കാത്തത് കൊണ്ട് തന്നെ അതിപ്പോഴും സർപ്രൈസായി തന്നെ നിലനിൽക്കുകയാണ്. എന്നാൽ കൊയിലാണ്ടി DCC അധ്യക്ഷനായിരുന്ന പ്രവീൺ കുമാറിൻ്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവായ അഭിജിത്തിൻ്റെ പേരും അവിടെയുണ്ട്. പ്രവീൺ കുമാറിൻ്റെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ പ്രത്യേകം ഊർജം കോൺഗ്രസിന് കൈവന്നിട്ടുള്ളതിനാൽ കൊയിലാണ്ടിയിൽ തീരുമാനമാവാതെ നിൽക്കുകയാണ്. എന്നാൽ പ്രവീൺ കുമാർ തൻ്റെ തീരുമാനമല്ല, അത് പാർട്ടിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണ് എന്നതിനാൽ ഒരു വ്യക്തമായ നിഗമനം ഇനിയും അവിടെ തെളിയാനുണ്ട്. ഇതിൽ പാർട്ടിയും കുലങ്കഷിതമായ ചർച്ചകളിലാണ്. ഒരു കാലത്ത് കോൺഗ്രസ് സ്ഥിരമായി ശങ്കരനിലൂടെ നിലനിർത്തിയ മണ്ഡലമായിരുന്നു ഈ കൊയിലാണ്ടി. എന്നാൽ മണ്ഡല പുനർനിർണയത്തിന് ശേഷം CPMൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും ഇതൊന്നും അല്ലാതെ മുരളീധരൻ പ്രതീക്ഷയർപ്പിക്കുന്ന ആ സർപ്രൈസ് മണ്ഡലം ഏതായിരിക്കുമെന്നതാണ് ഇപ്പോൾ ജനം ഉറ്റുനോക്കുന്നത്. ഹൈക്കമാൻഡിന് മുന്നിൽ മുരളീധരൻ ആവശ്യപ്പെടുന്ന മണ്ഡലം ഏതാണെങ്കിലും അത് ഹൈക്കമാൻഡ് സമ്മതിക്കുമെന്നാണ് അറിയുന്നത്. കാരണം കോൺഗ്രസ് പ്രതിരോധത്തിലായ 2 ഘട്ടങ്ങളിലും, അതായത് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു BJPക്കെതിരായി കോൺഗ്രസ് കേരളത്തിൽ പ്രതിരോധം തീർത്തത്. അതുകൊണ്ട് തന്നെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യം ഹൈക്കമാൻഡ് തള്ളിക്കളയില്ല എന്നതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ മുരളീധരൻ്റെ ആവശ്യം പരിഗണിക്കും എന്നതാണ് വിലയിരുത്തലും. എന്തു തന്നെയായാലും വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരൻ മാറുകയാണ് എന്നത് അന്തിമമായി പുറത്തു വരുന്ന തീരുമാനം. വട്ടിയൂർക്കാവ് പോലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കാൻ മുരളീധരൻ തീരുമാനിച്ചെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കാവുന്ന ഒരു വലിയ അടിയൊഴുക്കുകൾ കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ്. എങ്കിൽ കോൺഗ്രസ് ഇവിടെ ശക്തമായ ഒരു നീക്കം നടത്തേണ്ടിയിരിക്കുന്നു. അത് ഒരു മാന്ത്രിക സ്ഥാനാർത്ഥിയെ തന്നെയാവും. കാരണം BJP CPM ബാന്ധവത്തിനെ തകർക്കാൻ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തന്നെ വേണം വട്ടിയൂർക്കാവിൽ. മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം ഏത് മണ്ഡലത്തിൽ നിർണായകമാകും എന്നതിനാൽ ടീം UDFൻ്റെ കൂട്ടായ ഒരു ചർച്ചയിൽ അതുടൻ വ്യക്തമാകും. മുരളീധരൻ മനസ്സ് തുറക്കുന്നതോടെ അത് വെളിച്ചത്ത് വരികയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.